പ്രൈസ് ദി ലോർഡ്. ഇന്ന് മൂന്നാമത്തെ വെള്ളിയാഴ്ചയാണ്. മറിയത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ട ദിവസം. ഇന്ന് നമ്മൾ മാതാവിൻ്റെ മധ്യസ്ഥയിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹം ഭാവിക്കണം. എങ്കിൽ പ്രിയമുള്ളവരെ, വിശുദ്ധ ലൂയിസ് ദി മോൺഫോർട്ടിൻ്റെ വലിയ വിശുദ്ധനാണ്. ആ വിശുദ്ധ ജീവിതത്തിൽ മറിയത്തെക്കുറിച്ചൊരു കഥ പറയുന്നുണ്ട്. ഒരു കൃഷിക്കാരൻ അദ്ദേഹത്തിൻ്റെ കൃഷി സ്ഥലത്ത് നിന്ന് വിളവെടുത്ത് ഏറ്റവും മനോഹരമായ ഒന്നുകൊണ്ട് രാജാവിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. രാജാവിൻ്റെ പ്രീതി നേടണം, അതിനു വേണ്ടിയാണ്. അപ്പോൾ രാജകൊട്ടാരത്തിൽ ചെല്ലുന്നു. രാജ്ഞിയാണ് കാണുന്നത്. രാജ്ഞിയുടെ കാര്യം പറയുന്നു. എന്നിട്ട് തന്നേറെ സ്നേഹിച്ച് കൃഷി ചെയ്ത വസ്തു രാജ്ഞിക്ക് കൊടുക്കുന്നു. രാജ്ഞിയോട് രാജാവിന് കൊടുക്കാൻ പറയുക. രാജ്ഞി നോക്കിയപ്പോൾ ആ വസ്തു അത്ര നല്ല വസ്തു ഒന്നുമല്ല. കൃഷിക്കാരന് ഒത്തിരി വിലയുള്ളതാണ്. അപ്പോൾ രാജ്ഞി എന്ത് ചെയ്തു? ഒരു സ്വർണ്ണ തളികയിൽ മനോഹരമായ ചില പുതിയ പഴങ്ങൾ ചേർത്ത് വെച്ചിട്ട് രാജാവിന് കൊടുത്തു. രാജാവിൻ്റെ കാര്യം പറഞ്ഞു. രാജാവിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ കൃഷിക്കാരന് വലിയ സ്നേഹം തോന്നി. പ്രിയമുള്ളവരെ, ഈ ദിവസം അച്ഛൻ ഈ കഥ പറയുന്നത് രാജാവിൻ്റെ പ്രീതി നേടാൻ ആഗ്രഹിച്ച പാപികളും തകർന്നവരുമായ കൃഷിക്കാരാണ് നമ്മൾ. സ്വർഗീയ രാജ്ഞിയായ മറിയം നമ്മുടെ തകർന്ന ഹൃദയത്തിൻ്റെ പ്രാർത്ഥന, അപൂർണമായ പ്രാർത്ഥനകൾ സ്നേഹത്തോടെ സ്വീകരിച്ച് ഈ പ്രാർത്ഥനകളെ വിശുദ്ധീകരിക്കുകയും ശുദ്ധീകരിക്കുകയും മനോഹരമാക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ രാജാവായ യേശുവിന് മുമ്പാകെ ഒരു സ്വർണ്ണ തളികയിൽ സമർപ്പിക്കുന്നു. ഈശോ അത് ഏറ്റെടുക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും. ഓർക്കുക പ്രിയമുള്ളവരെ, മറിയത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതിലൂടെ അവളുടെ ജീവിതം അനുകരിക്കാനുള്ള ആഗ്രഹത്തിൽ നമുക്ക് വളരാൻ കഴിയും. ദൈവത്തിന് നമ്മെ തന്നെ പൂർണ്ണവും സമ്പൂർണമായ ഒരു സമ്മാനമാക്കുവാനും ദൈവത്തിൻ്റെ അനുഗ്രഹം നേടാനും സാധിക്കും. മറിയത്തിലൂടെ നമുക്ക് മറിയത്തിൻ്റെ പുത്രനായ യേശുവിനെ കൂടുതൽ ആഴത്തിൽ അറിയുവാനും സ്നേഹിക്കുവാനും കഴിയും. കാരണം മറിയം നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിലേക്ക് നിരന്തരം നയിക്കുന്നു. വീണ്ടും പരിശുദ്ധ കന്യാമറിയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മാക്സിമിലിയൻ കോൾവേ, വിശുദ്ധനായ മാക്സിമിലിയൻ കോൾവേ, അവിശുദ്ധൻ പറയുന്നത് പരിശുദ്ധ കന്യാമറിയത്തെ കൂടുതൽ സ്നേഹിക്കുവാൻ ഒരിക്കലും ഭയപ്പെടരുത്. യേശുവിനേക്കാൾ കൂടുതലായി നമുക്ക് ഒരിക്കലും മറിയത്തെ സ്നേഹിക്കാൻ കഴിയില്ല. ആരെങ്കിലും തൻ്റെ അമ്മയായി മറിയത്തെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അവർക്ക് ക്രിസ്തുവിനെ തൻ്റെ സഹോദരനെ ലഭിക്കില്ല എന്ന് മാക്സിമിലിയൻ കോൾവേ പറയുന്നുണ്ട്. ഓർക്കെ പ്രിയമുള്ളവരെ, മറിയത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതിലൂടെ അമ്മയുടെ ജീവിതം അനുകരിക്കാനുള്ള അവസരം നമുക്ക് കിട്ടുകയാണ്. ദൈവത്തിന് നമ്മെ തന്നെ പൂർണ്ണവും സമ്പൂർണമായ സമ്മാനമാക്കാനും ദൈവത്തിന് നമ്മുടെ സമ്മതം നൽകാനും മറിയത്തെ പോലെ നമുക്ക് അവളുടെ പുത്രനായ യേശുവിനെ കൂടുതൽ ആഴത്തിൽ അറിയുവാനും സ്നേഹിക്കാനും കഴിയും. ഓർക്കുക, കാരണം അവൾ നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിലേക്ക് നിരന്തരം നയിക്കുന്നു. ഓർക്ക് നമ്മുടെ പ്രിയപ്പെട്ട വിശുദ്ധ മദർ തെരേസ പറയുന്നുണ്ട്, മറിയമേ, യേശുവിൻ്റെ അമ്മേ, ജീവൻ്റെ അപ്പത്തിൽ യേശുവിനെ സ്വീകരിക്കാനും അമ്മ സ്നേഹിച്ച പോലെ യേശുവിനെ സ്നേഹിക്കുവാനും സേവിച്ചതുപോലെ സേവിക്കുവാനും എനിക്ക് കഴിയേണ്ടതിന് അത്രയും മനോഹരവും അത്രയും നിറമലവും അത്രയും സ്നേഹവും എളിമയും നിറഞ്ഞ അങ്ങയുടെ ഹൃദയം എനിക്ക് തരണമേ. ഹെബ്രായ 4:16 പറയുന്ന പോലെ മറിയം പുതിയ വാഗ്ദാന പേടകമാണ്. ഓർക്കെ പ്രിയമുള്ളവരെ, ഹെബ്രായ 4:16 വായിക്കുന്നു, അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരം ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയുടെ കൃപാവരത്തിന് സിംഹാസനം സമീപിക്കാം. എങ്കിൽ പുതിയ വാഗ്ദത്ത പേടകമായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ അരികിലേക്ക് ചെല്ലുവാനും അനുഗ്രഹം ഭാവിക്കാനും ഈ വെള്ളിയാഴ്ച
നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മറിയത്തെ ആഴത്തിൽ സ്നേഹിക്കുവാനും അറിയുവാനും ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്, മൂന്നാമത്തെ വെള്ളിയാഴ്ച. അമ്മയുടെ മധ്യസ്ഥയിൽ നമുക്ക് അനുഗ്രഹം പ്രാപിക്കാം. ഓർക്കെ പ്രിയമുള്ളവരെ, ഗബ്രിയേൽ ദൂതൻ മറിയത്തെ പേര് ചൊല്ലി വിളിച്ചതുപോലെ നമുക്കും ഇന്ന് അനുഗ്രഹം പ്രാപിക്കാൻ അമ്മയെ പേര് ചൊല്ലി വിളിക്കാം. ഒപ്പം പ്രിയമുള്ളവരെ, ഈ ദിവസം അമ്മയുടെ മധ്യസ്ഥയിൽ വലിയ അനുഗ്രഹം നിങ്ങൾക്ക് കർത്താവ് തരാൻ പോവുക. എങ്കിൽ സാധിക്കുന്ന മക്കളെല്ലാം ഗാകുൽത്തായ്ക്ക് വരണം കേട്ടോ. ഗാകുൽത്തായിൽ വരുവാൻ സാധിക്കാത്ത മക്കൾക്ക് ഓൺലൈനിലൂടെ, യൂട്യൂബിലൂടെയും, തൃശ്ശൂരുള്ളവർക്ക് ജില്ല മുഴുവനുമായിട്ടും കേബിൾ ചാനലിലൂടെയും കേരള വിഷൻ്റെ ചാനലിലൂടെയും നമുക്ക് കാണാൻ പറ്റും. അനുഗ്രഹം പ്രാപിക്കാൻ സാധിക്കും. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇന്ന് ജോലിയോ മറ്റ് എന്തെങ്കിലും തിരക്കുള്ള ദിവസമാണെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ട് ഈ യൂട്യൂബ് ലിങ്കിൽ കയറണം കേട്ടോ. തീർച്ചയായിട്ടും ഇന്ന് അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛനീശ്വരൻ ആശീർവാദം തരാം. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അമ്മയുടെ മധ്യസ്ഥയിൽ ഈശോയുടെ കൂടിയായി അനുഗ്രഹം പ്രാപിക്കാൻ ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.